നമ്മളെപ്പോഴും സെൽഫ് ക്രിറ്റിസിസം ചെയ്യുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഒട്ടും കൺസിസ്റ്റന്റ് അല്ല എന്ന് പറയും അല്ലേ? ഞാൻ ഇന്ന കാര്യങ്ങൾ തുടങ്ങി, ഇത്ര തവണ തുടങ്ങി, അതൊന്നും കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോയിട്ടില്ല. അപ്പൊ എനിക്ക് ഒട്ടും കൺസിസ്റ്റൻസി ഇല്ല എന്നാണ് സാധാരണ ആൾക്കാർ പരാതി പറയുക. പക്ഷെ ഇതിലൊരു യാഥാർത്ഥ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറയുന്നത് ലൈഫിന്റെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും. ബാക്കി ഒരുപാട് ഏരിയാസ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നുണ്ടാകും അല്ലേ? ഇപ്പൊ ന്യൂ മോംസിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ, ഒരു 1.5 വയസ്സ് 2 വയസ്സൊക്കെ കുട്ടികളുള്ള അമ്മമാരുടെ ഒക്കെ കാര്യം പറയുമ്പം, അവരുടെ വീട്ടിൽ ഒരു തവണ പോലും ഒരാൾ പോലും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരാൾക്ക് പോലും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല. ഈ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നുണ്ടാകും. കുഞ്ഞുങ്ങളെ ഒരു തവണ പോലും അവർ കരയാൻ അനുവദിക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. വീടൊക്കെ ഒരു പരിധി വരെ അവർ നോക്കുന്നുണ്ടാകും. അപ്പോൾ കരിയറിന്റെ ഏരിയയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ക്രിറ്റിസിസം ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമൊക്കെ ആയിരിക്കും. അപ്പം എന്ത് ചെയ്താൽ എനിക്ക് പുതിയൊരു കാര്യത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം നോക്കിയിട്ട് ഒരുപാട് കാര്യമൊന്നും ചെയ്യണ്ട, ഒരു കാര്യം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അത് സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്തുക, അതേപോലത്തെ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ കണ്ടെത്തുക, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെൽഫ് ക്രിറ്റിസിസം നിർത്തുക, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്യാതെ ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്.